എന്തേ, നിങ്ങളെ തന്തയെ ഞങ്ങളാണ് തീർത്തിയെന്നറിഞ്ഞപ്പോ ഷോക്കായി പോയോ? എന്താ കിരണേ നീ പറയുന്നേ? നിനക്കറിയില്ലേ ഇവന്മാർക്ക് സത്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്? എന്തായാലും നിന്റെയൊക്കെ തന്തേ ഞങ്ങൾ അടിപൊളിയായിട്ട് വിരുന്ന് കൊടുത്ത അങ്ങ് മേലോട്ട് അയച്ചത്. ഡാ, നിന്നെയൊക്കെ ഞാൻ ഒന്ന് അടങ്ങെന്റെ ഡെയിനെ, ഇങ്ങനെ ഒച്ച വെക്കലേ, ചെവിയൊക്കെ പൊട്ടുന്ന പോലെ തോന്നുന്നു. നിർത്തടാ. അപ്പൊ നിനക്കൊക്കെ ഞങ്ങൾ DK ഗ്രൂപ്പാണെന്ന് നേരത്തെ അറിയായിരുന്നു അല്ലേ? പിന്നല്ലാതെ, അറിയാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പോലെ അത്ര മണ്ടന്മാരൊന്നും അല്ല. പിന്നെ അറിഞ്ഞിട്ടോ അറിയാത്ത പോലെ അഭിനയിച്ചത് എന്തിനാവുന്നായിരിക്കും അടുത്ത ചോദ്യം. എന്താ അർജുനെ അങ്ങനെ ഒരു ചോദ്യം? ചേട്ടന്മാർക്ക് അങ്ങനെ ഒരു ഡൗട്ട് തീർച്ചയായും ഉണ്ടാവാം. സോ ചേട്ടന്മാർക്ക് ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തു തരാം. നീയൊക്കെ കമ്പനിയിലെ സ്റ്റോക്ക് റൂമിൽ കയറി നിരങ്ങിയിട്ട് അത് കണ്ടില്ല എന്നുള്ള നിങ്ങളുടെ വിചാരമില്ലേ, അത് വെറും തോന്നല. പിന്നെ ഞങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ദുരുദ്ദേശം മനസ്സിലാവാതിരിക്കാൻ ഞങ്ങൾ അവരുടെ കാമുകന്മാരല്ല, കഴുത്തിൽ താലി കെട്ടി അവരുടെ മേൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള അവരുടെ ഭർത്താക്കന്മാരാ ഞങ്ങൾ. അപ്പോൾ എത്രയാന്ന് വെച്ചാ സ്വന്തം ഭാര്യമാരെ കുറെ തെരുവുനായ്ക്കൾ മണപ്പിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടില്ല എന്ന് വെക്കുക. അതെ, നിങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാ കേട്ടോ. എന്താന്നല്ലേ, അന്ന് നിങ്ങൾ സ്റ്റോക്ക് റൂമിൽ കയറിയപ്പോ അവിടുത്തെ ഹിഡൻ ക്യാമറാസ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്ന കാര്യം ഓർക്കുമ്പോ ഭയങ്കര കഷ്ടം തോന്നുക. പിന്നെ ഒന്നും അറിയാതെ ആ കമ്പനിയിലെ ഓരോ കോണിലും ചെന്ന് 4 കൂടെ പ്ലാൻ ഇടുന്നത് ആരും അറിയില്ല എന്ന് കരുതി കാണും അല്ലേ? നിനക്കൊക്കെ ഒരു കാര്യം അറിയോ, ഞങ്ങൾ പൈസ ചെലവാക്കി സിനിമ കാണാനല്ല ക്യാമറാസൊക്കെ ഓരോ മുക്കിലും മൂലയിലും വെച്ചിരിക്കുന്നത്, അതും മിനിയേച്ചർ വെർഷനിൽ. നീയൊക്കെ പ്ലാൻ ഇടുന്നതും ആ പ്ലാൻ മനോഹരമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നതും വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തത്, ഞങ്ങളുടെ ഭാര്യമാര് കല്യാണത്തിന് ശേഷവും ഈ ജോലി തുടരുന്നത് ഞങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും അടുത്ത ഡൗട്ട് അല്ലേ? എന്നാ DK ഗ്രൂപ്പിന്റെ ഡെവിൾസ് എന്ന് വിചാരിക്കുന്ന നിങ്ങൾ കേട്ടോ, ഞങ്ങളുടെ ഭാര്യമാരാടാ അവര്. ഒരു ശരീരവും ഒരു ആത്മാവുമായിട്ട് ജീവിക്കുന്നവര്. വിവാഹത്തിന് ശേഷം ഞങ്ങളുടെ അച്ഛനെയും അമ്മയെ ഇല്ലാതാക്കിയവരെ തേടി ഇവര് നടക്കുന്നത് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത് സത്യം തന്നെയാ. പക്ഷെ നിന്നെയൊക്കെ തേടി പിടിച്ച് ഞങ്ങളുടെ പാരന്റ്സിന്റെ മരണം ഒരു സാധാരണ മരണമല്ല എന്നുള്ള തെളിവും ഞങ്ങളുടെ മുന്നിൽ വെച്ചപ്പോ വിഷമത്തെക്കാളേറെ നിങ്ങളെ കൊന്നു തിന്നാനുള്ള ദേഷ്യവാ ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായത്. പിന്നെ നീയൊക്കെ കള്ള ഐഡന്റിറ്റിയിൽ പേരും മാറ്റി കമ്പനിയിൽ കയറിയാൽ അത് അറിയാതിരിക്കാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരല്ല. നിന്റെയൊക്കെ ജാതക സഹിതം ഞങ്ങളുടെ ഭാര്യമാര് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഞങ്ങളാടാ കണ്ടുപിടിച്ചത്. ഡാ, നീയൊക്കെ എന്ത് മണ്ടന്മാരാടാ. നിന്റെയൊക്കെ പേര് മാത്രമേ നിനക്കൊക്കെ മാറ്റാൻ കഴിയൂ, അല്ലാതെ നിന്റെയൊക്കെ കോലവും രൂപവും നിങ്ങൾക്കൊക്കെ മാറ്റാൻ കഴിയില്ല. ഫോറൻസിക് ഓഫീസേഴ്സും പിന്നെ DGP ഋത്തിക് കൃഷ്ണയും ആൻഡ് SI നവനീതും കൂടെ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ നിന്റെയൊക്കെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു. പിന്നെ നിനക്കൊക്കെ ഒരു കാര്യം അറിയോ, ഞങ്ങൾ ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കളല്ലെങ്കിലും ഞങ്ങളെല്ലാരും ഒരു രക്തമാടാ. വി ആർ സ്ട്രോങ് as our blood bond. പിന്നെ നിന്റെയൊക്കെ പ്ലാൻ ഇടലും നീയൊക്കെ ഫയൽ അന്വേഷിക്കുന്നതും ഏതുവരെ പോകുന്ന അറിയാൻ വേണ്ടി തന്നെയാ ഇത്രയും കാലം മണ്ടം കളിച്ചത്. കാരണം നിനക്കൊക്കെ വേണ്ടിയുള്ള കെണിയും വെച്ച് കാത്തിരിക്കുമായിരുന്നു ഞങ്ങള്. പിന്നെ ഗൗതമേ, നീ ജയിലിൽ നിന്ന് പരോളിനിറങ്ങിയത് അറിയാതിരിക്കാൻ നിന്റെ തന്തര വകയൊന്നുമല്ലല്ല ജയില്. നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് തന്നെയാ നിന്നെ പരോളിനിറക്കിയത്. കാരണം എന്താന്നല്ലേ, നിന്നെ ഉപയോഗിച്ച്
ഈ നിൽക്കുന്ന മണ്ടന്മാർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അതെന്തായാലും നടന്നു. ഞങ്ങൾക്ക് അപ്പൊ ജോലി എളുപ്പമായി. ഷോ എന്റെ ഗൗതമേട്ട, ഇങ്ങനെ ഷോക്കാവാതെ. ഇത്രയും നാള് കഥ അറിയാതെ ആട്ടം കാണുമല്ലായിരുന്നു. ഇപ്പോഴേ ഇങ്ങനെ ഷോക്ക് അടിച്ചാൽ എങ്ങനെയാ? എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നിന്നെ അങ്ങ് മേലോട്ട് അയക്കേണ്ടതല്ലേ? പിന്നെ നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? നിന്റെ തന്തയെ കൊന്നത് ഞങ്ങളുടെ ഭാര്യമാരല്ലെന്നും അത് ഞങ്ങളാണെന്നും നിന്റെയും നിന്റെ മറ്റേ ബോസില്ലേ അവന്റെ അടുത്തും ഞങ്ങൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. എന്തായാലും ആ കാര്യം ഇപ്പൊ വളരെ എളുപ്പമായി അല്ലേ മിസ്റ്റർ ഡെയിൻ ക്രിസ്? നോ, ഹൗ, എങ്ങനെയാ അവര് തുറഞ്ഞത്? പറയാനല്ലേ പറഞ്ഞേ? അത് അറിയില്ല ബോസ്. ഇല്ല, ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്താ DK, ഷോക്കായി പോയോ? നീ തന്നെ സെറ്റ് ചെയ്ത ഗോഡൗൺ, അതിൽ നീ തന്നെ സെറ്റ് ചെയ്ത 8 ക്യാമറാസ്, ഇതൊന്നും ഞങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചോ? നീ എന്താ വിചാരിച്ച DK? നീ കുഴിച്ച കുഴിയില് ഞങ്ങൾ വീണെന്നോ? എന്നാലേ നിനക്കത് തെറ്റി. ഞങ്ങള് കുഴിച്ച കുഴിയില ദേ ഇവന്മാര് വന്ന് വീണത്, അല്ല ഞങ്ങൾ വീഴ്ത്തിയത്. നിനക്കിനി അറിയണ്ടേ നിന്റെ തന്തയെ ഞങ്ങൾ എങ്ങനെയാ കൊന്നതെന്ന്? എന്നാ നീ ശ്രദ്ധിച്ച് കേട്ടോ. അർജുനേട്ടാ, എന്നാ ഞങ്ങൾ ഇറങ്ങുവാണേ. അതെ, നിങ്ങൾ അവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അർജുനേട്ടാ? നിങ്ങൾ ഫംഗ്ഷൻ എങ്ങനെയാ പോകുന്നേ? ഞങ്ങളെ കാറിലാ പോകുന്ന അർജുനേട്ടാ. തൽക്കാലം നിങ്ങൾ ഞങ്ങളുടെ കാറിൽ പോയാ മതി. കിരണേട്ടാ, അല്ല അതെങ്ങനെ ശരിയാവും? കുക്കു, നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഏട്ടാ, സൂക്ഷിക്കണം. അർജുനെ, അപ്പോ നമുക്ക് നമ്മുടെ പണി അങ്ങ് തുടങ്ങിയാലോ? പിന്നെന്താ കൃതികേട്ടാ, അങ്ങ് തുടങ്ങാം. എന്തായാലും അവളുമാരുടെ കാറിലാണ് നമ്മൾ പോകുന്നതുകൊണ്ട് അവളുമാരെ സംശയിക്കും. അതാണല്ലോ നമുക്കും വേണ്ടത്. ഹായ് സത്യ. ആ, നിങ്ങൾ വന്നോ? കേറി വാ. ഒരുപാട് നന്ദിയുണ്ട് സത്യ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതിന്. നന്ദിയോ? എന്താ കൃത്യക്ക് ഇങ്ങനെയൊക്കെ ഫോർമാലിറ്റീസ് ഒക്കെ? നിനക്കറിയാലോ അവന്റെയൊക്കെ നാശം കാണാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ ദൈവം സഹായിച്ച് എന്റെ വീട്ടിന്റെ അടുത്താ അവന്മാരാ തന്തയുടെ ഗസ്റ്റ് ഹൗസ്. അതുകൊണ്ടാ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേ. അറിയാം സത്യ, ഈ ദിവസത്തിന് വേണ്ടിയാ ഇത്രയും കാലം കാത്തിരുന്നേ. കൃത്യക്ക് ദേ ആ വഴി പോയാല് നേരെ ഗസ്റ്റ് ഹൗസിലെത്താം. പിന്നെ ആ വഴി ഇത്തിരി ചെറുതായതുകൊണ്ട് അവിടെ വേറെ ക്യാമറാസോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഗസ്റ്റ് ഹൗസിന്റെ അകത്തെത്തിയതിനു ശേഷം മാത്രമാണ്. അറിയാലോ, ക്യാമറാസ് മാത്രമല്ല അവിടെ ബോഡി ഗാർഡ്സും ഉണ്ട്. ഹൈലി സെക്യൂർഡാണ്. സോ സൂക്ഷിച്ച് വേണം പോവാൻ. അതിനെക്കുറിച്ച് താൻ പേടിക്കണ്ട. അവിടുത്തെ ഹൈ സെക്യൂരിറ്റിയെ നേരിടാൻ ഞങ്ങൾ വേറെ ആളെ ഇറക്കിയിട്ടുണ്ട്. സോ ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. സത്യ പറഞ്ഞതനുസരിച്ച് ദേ ഇതുവഴിയാണ് നമുക്ക് പോവേണ്ടത്. കിരണേ, വിളിക്കടാ അവന്മാരെ. ഹലോ കാർത്തിയേട്ടാ, നിതിനേട്ടാ.
കിരണേ കേക്കാം, പറഞ്ഞോ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ? ധൈര്യമായിട്ട് തുടങ്ങിക്കോ. അവിടുത്തെ ക്യാമറാസ് എല്ലാം ഞങ്ങളുടെ കൺട്രോളിൽ തന്നെയാ. ഓക്കെ നിതിനേട്ടാ. ഏട്ടാ, ഷോൾ വി സ്റ്റാർട്ട്? ഓഫ് കോഴ്സ്. ആരാ എന്താ ഈ കാണിക്കുന്നേ? വിട്രാ വിട്രാ എന്നെ. കിടന്നല്ലറാതടോ. പിന്നെ ഞങ്ങളൊക്കെ ആരാണെന്ന് അതൊരു പഴയ കഥയാ. വഴിയെ ഞങ്ങൾ പറഞ്ഞു തരാം. ഇപ്പോ അഡ്വാൻസ് റെസ്റ്റ് ഇൻ പീസ് മിസ്റ്റർ ഡിക്സൺ ക്രസ്. വൃത്തികേട്ടാ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. അതോർത്ത് പേടിക്കേണ്ട അർജുനെ. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ നോക്ക്. കൃതികേട്ടാ, ഇനി എന്താ പ്ലാൻ? നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയെ തിരിച്ച് സത്യയുടെ വീട്ടിൽ പോകുന്നു. സത്യയുടെ വീട്ടിൽ കയറിയ ഉടനെ നിതിനും കാർത്തിക്കിനും ആ ഇൻഫോർമേഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് കാറും എടുത്തും കൊണ്ട് ഹൃത്തിക് പറഞ്ഞ സ്ഥലത്തേക്ക്. ഡാ, നീയൊക്കെ ഏതാടാ? മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിട്ടോ, അതാ നിനക്കൊക്കെ നല്ലത്. ആ, തമ്പുരാൻ പള്ളി ഉറക്കാൻ കഴിഞ്ഞ് എഴുന്നേറ്റായിരുന്നോ? മര്യാദയ്ക്ക് നീയൊക്കെ എന്നെ അഴിച്ചു വിടുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇതിനെ കുറിച്ചോടത്ത് നീയൊക്കെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിർത്തടാ. ആരാ ദുഃഖിക്കേണ്ടി വരുന്നതെന്ന് കുറച്ച് കഴിഞ്ഞ് നിനക്ക് മനസ്സിലാവും. നിധി, സമയമായിട്ടില്ല. നീ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്. പിന്നെ മിസ്റ്റർ ഡിക്സൺ ക്രിസ്, നിന്നെ കാണാൻ കുറച്ച് ആൾക്കാർ കൂടെ വരാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഡാ, നീയൊക്കെ കളിക്കുന്നത് ഈ DKടാ. ഇതിനെ കുറിച്ച് ഓർത്ത് നീയൊക്കെ അനുഭവിക്കും. ഡാ പന്നെ, നിന്നെ ഞാൻ. നിധി, വേണ്ട.
ഹലോ മിസ്റ്റർ ഡി കെ, വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞോ? നിർത്തടാ, നീയൊക്കെ ഏതാടാ? എന്നോട് നീക്ക് കാണിക്കുന്നതിന് നീയൊക്കെ അനുഭവിക്കും. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ഷോ എന്താടിക്ക് ഇങ്ങനെ പറയുന്നേ? നീ ആരാണെന്ന് അറിയാഞ്ഞിട്ടാണോ നിന്റെ സ്ഥലത്ത് നിന്ന് നിന്നെ സ്കെച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മൊത്തം പഠിച്ചിട്ടാ നിന്റെ മുമ്പിൽ ഞങ്ങൾ വന്ന് നിൽക്കുന്ന മിസ്റ്റർ ഡിക്സൺ ക്രേസ്. ഇനി നിനക്ക് ഞങ്ങളൊക്കെ ആരാണെന്ന് അറിയണോ അല്ലേ? പറഞ്ഞു തരാം. 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനുവരി 12-ന് നീയൊക്കെ കൂടെ ഇല്ലാതാക്കിയ ഒരു കുടുംബം ഓർമ്മയുണ്ടോ നിനക്കത്? ബ്രാംപ്ടൺ എന്റർപ്രൈസ്. അപ്പം നിനക്കെല്ലാം ഓർമ്മയുണ്ടോ അല്ലേടാ? എന്താടാ, ക്ഷീണിച്ചു പോയോ നീ? എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? അതിനുള്ള മരുന്നല്ലേ നിന്റെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചേക്കുന്നേ. ഓരോ സെക്കൻഡ് നീ അനുഭവിക്കണം നിന്നിൽ നിന്നും നിന്റെ ജീവൻ പോകുന്നതിന്റെ വേദന. നീയൊക്കെ കളിക്കുന്നത് ഈ ഡീക്കേടാ. ഇതിനെ കുറിച്ച് ഓർത്ത് നീയൊക്കെ അനുഭവിക്കും. അനുഭവിപ്പിച്ച് തരാടാ നിന്നെ ഞാൻ. ഇത് ഞങ്ങളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും കൊടുക്കുന്ന ഞങ്ങളുടെ ഫസ്റ്റ് ഗിഫ്റ്റ്. I know she like it.
കിരണേ വേണ്ട. ഋത്തിക്കേ, ഈ ബോഡി ഏട്ടനതിനെ പറ്റി ടെൻഷൻ ആവണ്ട. ഈ ബോഡി എത്തേണ്ട സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ എത്തിച്ചിരിക്കും. This beat is produced by Nara Beats. ഡാ, നീയൊക്കെ കൂടെ തീർത്തല്ലേടാ? നിന്റെയൊക്കെ സമയം തീർന്നടാ. ഇന്ന് നിങ്ങളെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും. എന്നിട്ട് നിന്റെയൊക്കെ മുന്നിൽ വെച്ച് നിന്റെയൊക്കെ ഭാര്യമാരെ ഞാൻ സ്വന്താക്കുന്നത് കാണിച്ചു തരാടാ. നിർത്തി തരാടാ നിന്റെയൊക്കെ അധിക പ്രസംഗം. നിന്നെയും നിന്റെ കുടുംബത്തിനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. എന്നിട്ട് ദേ നിൽക്കണ ഇവളന്മാരെ ഞാനങ്ങ് ഇല്ലാണ്ടാക്കും. നിർത്തടാ ചെറ്റേ, നീയൊന്നും തൊടില്ല ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെ. പിന്നെ നീ എന്താ പറഞ്ഞേ? ഞങ്ങളുടെ ഭാര്യമാരെ അങ്ങ് സ്വന്താക്കാൻ പോകുന്നെന്നോ? ആരാരെയാ സ്വന്താക്കാൻ പോകുന്നതെന്ന് കുറച്ച് കഴിഞ്ഞു മനസ്സിലാവും. പിന്നെ നീയൊക്കെ ഞങ്ങളുടെ ഇരയല്ല. നിന്നെയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാർക്കൊന്ന് വിട്ടുകൊടുക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ ഭാര്യമാരൊരു ആഗ്രഹം പറഞ്ഞതാ നിന്നെയൊക്കെ അവർക്ക് വേണമെന്ന്. സോ യഥാർത്ഥ സുഖിപ്പിക്കല് എന്താണെന്ന് ഞങ്ങളുടെ ഭാര്യമാര് നിനക്ക് കാണിച്ചു തരും, കേട്ടോടാ? ശരിയാ, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങളങ്ങ് അവർക്ക് വിട്ടുകൊടുക്കുക. ഒരാളെ എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടതെന്ന് അവര് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരും. ഷടാ, ഇതെന്താ ഞങ്ങളുടെ ഭാര്യമാരിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങൾക്ക് അവരെ വേണ്ടേ? ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ അങ്ങോട്ട് പണി തുടങ്ങ്. ആ പിന്നെ മോളെ നേഹേ, പണി തുടങ്ങുന്നതൊക്കെ കൊള്ളാം. നിന്റെ ബ്യൂട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം കേട്ടോ. പിന്നെ കാവ്യേ, ആ ഡെയിന് നിന്നെ വല്ലാണ്ടങ്ങ് മോഹിക്കുക. അതുകൊണ്ട് ആ മോഹം നീ ഒരു മുയൽക്കുഞ്ഞിനെ പോലെ അങ്ങ് നിറവേറ്റി കൊടുക്കണം കേട്ടോ. എന്നാലും എന്റെ ഡെയിനെ, എന്റെ ഭാര്യ നിന്നെ സ്വന്തമാക്കുന്നത് കാണാനാണല്ലോ എന്റെ വിധി. പിന്നെ കിരണേട്ടന്റെ കുക്കുമോളെ, ചെയ്യേണ്ട ഓപ്പറേഷൻ ഏത് ആയുധം എടുത്താലും അത് ചെയ്തേ പറ്റൂ. സോ മറ്റുള്ളവരുടെ ഭാര്യ ആഗ്രഹിക്കുന്നവർക്കുള്ള ആയുധം ഡോക്ടേഴ്സിന്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് ഞാൻ കേട്ടു. സോ നീ കണ്ടു അറിഞ്ഞു അതങ്ങ് ചെയ്യണം, കേട്ടല്ലോ? പിന്നീട് അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. പിന്നെ വേദ, IPC സെക്ഷൻ 1, 2, 3, 4, 5 പ്രകാരം മറ്റുള്ളവരുടെ ഭാര്യ സ്വന്തമാക്കുന്നത് വളരെ കുറ്റകൃത്യമാണ്. അതും പോരാഞ്ഞിട്ട് മിസ്റ്റർ ജെറിൻ എന്ന ജെറി നിന്റെ കഴുതിലെ താരിയെടുത്ത് എന്റെ മുഖത്തെ വലിച്ചെറിയുന്നാ പറഞ്ഞത്. സോ അതിൻ്റെതായ നടപടികളെടുത്ത് അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുകയാണ്. കിട്ടേണ്ട പെർമിഷൻ കിട്ടിയ സ്ഥിതിക്ക് ഏട്ടന്മാരെ, ഞങ്ങളെ ചടങ്ങിലേക്ക് അങ്ങ് കടക്കുവാണേ. ഓ, അതിനെന്താ, ഞങ്ങളുടെ വക എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവും. പിന്നെ ചേട്ടന്മാർക്ക് സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത് കേട്ടോ.
കിട്ടും. DK, അടുത്തത് നീയാ. കാത്തിരുന്നോ ഞങ്ങളുടെ വരവിന്. വൈകാതെ തന്നെ ഇതുപോലെ നമുക്ക് നേർക്കുനേർ കാണാം. ഇത്രയും നേരം എന്റെ മക്കൾ എവിടെയായിരുന്നു? അത് പിന്നെ അച്ഛനോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? അച്ഛാ, അത് നിങ്ങൾ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. സത്യങ്ങളെല്ലാം നബി ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അച്ഛാ, നിങ്ങളോടെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടാ നവീട്ട് നിങ്ങളടുത്ത് എല്ലാ സത്യവും പറഞ്ഞ്. മതി, നിർത്ത്. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടവരുടെ മരണം നേരിൽ കണ്ടവരാ ഞങ്ങള്. അത് നിങ്ങളുടെ അടുത്ത് പറയാത്തത് സ്നേഹക്കുറവ് കൊണ്ടൊന്നും അല്ല. ഇനി നിങ്ങൾ അതിന്റെ പുറകെ നടന്ന് നിങ്ങളെ കൂടെ ഞങ്ങൾക്ക് നഷ്ടമാവുമെന്ന് പേടിച്ചിട്ടാ. പിന്നെ എന്റെ പെമ്മക്കൾ അവരുടെ പുറകെ പോകുമെന്ന കാരണം കൊണ്ട് തന്നെയാ നിങ്ങളോട് ആ ജോലി വേണ്ടാതെ ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ എതിർത്തുകൊണ്ട് ആ ജോലി നിങ്ങൾ വീണ്ടും തുടർന്നു. ഇപ്പൊ എന്റെ മക്കളാ DK ഗ്രൂപ്പിലെ 4 പേരെ കൊന്നിട്ടുള്ള വരവാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇല്ല അമ്മ, ഞങ്ങൾ അമ്മയുടെ അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചതല്ല. അവന്മാര് വളരും തോറും ഉഗ്രവിഷമായി മാറിക്കൊണ്ടിരിക്കുക. അവരെ നമ്മൾ ഇങ്ങനെ വളരാൻ വിട്ട ഞങ്ങൾക്ക് സംഭവിച്ചതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇനി സംഭവിക്കും. എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ തന്നെ ആ അവസ്ഥ മറ്റുള്ളവരിൽ വീണ്ടും വരാൻ അനുവദിച്ചുകൂടാ. അന്ന് നടന്നതുപോലെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഇനിയും ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ എല്ലാത്തിനെയും വേരോടെ ഈ ഭൂമിയിൽ നിന്ന് പറിച്ചറിയാൻ തയ്യാറായത്. കാരണം എന്താണെന്നറിയാം അമ്മയ്ക്ക്? M4 പ്രോപ്പർട്ടി വഴി വീണ്ടും അവന്മാർ നമ്മുടെ കുടുംബത്തിന്റെ നേർക്കാ തിരിഞ്ഞത്. അച്ഛനും അമ്മയും ഞങ്ങളെ വെറുക്കരുത്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളോട് സന്തോഷമായിട്ട് ജീവിക്കണം. അവന്മാർ ഇനിയും നിങ്ങളെ നേർക്ക് വന്നാ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മക്കളെ ഈ പറയുന്നേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ അച്ഛനും അമ്മയ്ക്ക് നിങ്ങളെ വെറുക്കാൻ പറ്റുമെന്ന്? നിങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാ അന്ന് ഞങ്ങളെ എതിർത്തത്. അവന്മാര് ഞങ്ങളോട് ചെയ്തതിന്
അവന്മാര് വേദന അനുഭവിച്ച് തന്നെ മരിക്കണം. പിന്നെ നിങ്ങൾ ചെയ്തത് ശരിയാ, കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്തല്ലേ പറ്റൂ. അതെ അച്ഛാ, അവന്മാര് നീറി നീറി മരിക്കുന്നത് ഞങ്ങളും അച്ഛനും അമ്മയും കാണും. അല്ല മക്കളെ, നിങ്ങൾ എങ്ങനെയാ ഇത് അറിഞ്ഞത്? ആ ഇൻസിഡന്റ് നടക്കുമ്പോ നിങ്ങൾ USA-യിലായിരുന്നില്ലേ? This bait is produced by Mera Baits. ഞങ്ങളുടെ ഭാര്യമാര് തന്നെ അച്ഛാ ഞങ്ങളോടത് പറഞ്ഞത്. അവർക്കങ്ങനെ ഒത്തിരി കാലമൊന്നും ഞങ്ങളിൽ നിന്നും ഒന്നും മറയ്ക്കാൻ പറ്റില്ലല്ലോ. കാവ്യ, ഇന്ന് അവന്മാരെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഏട്ടന്മാരോട് പറയണം. ശരിയാ നേഹ, ഇനി അവരിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാം അവരറിയേണ്ടത് തന്നെയാ. നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും മറുത്ത് ഒരു വാക്കും പറയാത്തവരാ അവര്. അപ്പോ ഇതും നമുക്ക് അവരെ അറിയിക്കണം. പിന്നെ അവന്മാരെ ഇങ്ങനെ കൊഴുത്ത് വളരാൻ വിട്ടുകൂടാ. അത് ശരിയാ കാവ്യ. പിന്നെ ആരെക്കാളും നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ ഭർത്താക്കന്മാർക്ക് മാത്രമേ പറ്റൂ. അവന്മാരെ കൊല്ലാൻ നമ്മളെക്കാൾ ഏറെ യോഗ്യത അവര് തന്നെയാ. കാരണം കളിച്ച് കൊളച്ച് അവന്മാര് നമ്മുടെ കമ്പനി വരെ എത്തി. അതുകൊണ്ട് അവരിത് അറിഞ്ഞേ മതിയാവും. ആഹാ, തുടങ്ങിയല്ലോ ഗൂഢാലോചന. എന്താണ് ഇവിടെ? എന്തായാലും ഇന്നത്തെ ഈ ഗൂഢാലോചന അത് നമുക്കൊന്ന് അറിയണം, അല്ലേ ഏട്ടന്മാരെ? പിന്നല്ലാതെ കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഞങ്ങൾ ആ കാര്യം പറയാൻ തന്നെയാ നിങ്ങളെ 4 പേരെ ഇങ്ങോട്ട് വിളിച്ചത്. എന്താ അത്? നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത്? അല്ല, കുറച്ചു നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ. അല്ല, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് പറയാലോ. അത് പിന്നെ വരണേട്ടാ, ഞങ്ങൾ ആ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ കാര്യം മറച്ചു വെച്ചതിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളോട് ദേഷ്യവും വരാം. ദേഷ്യോ? എന്താണ് നീ പറയുന്നേ? അല്ല, അതിന് മാത്രം എന്ത് കാര്യമാണ് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? അല്ല, ഞങ്ങൾക്ക് എന്തിനാ ദേഷ്യം? ഞങ്ങൾ നിങ്ങളുടെ കെട്ടിയന്മാരല്ലേ. പിന്നെ നിങ്ങളൊരു കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ടായിരിക്കും. അത് ഞങ്ങൾക്കറിയാം. എന്തായാലും നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. എന്താന്ന് വെച്ചാൽ കാര്യം തുറന്നു പറ. കിരണേട്ടാ, ചിലപ്പോൾ ആ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കാം. പക്ഷേ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നരുത്. എന്ത് വന്നാലും എന്തിനു വേണ്ടിയിട്ടായാലും ഞങ്ങളും കാണും നിങ്ങളോടൊപ്പം. പിന്നെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ പറയുന്നത് അത് മാത്രമേ ഞങ്ങളും കേൾക്കൂ. അല്ല, നിങ്ങൾ എന്തിനാ ഇത്രയും ഫോർമാലിറ്റീസ് ഇടുന്നത്? ദേ, ഇനി നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. മര്യാദയ്ക്ക് കാര്യം എന്താന്ന് വെച്ചാ പറ. അത് തന്നെ. കാവ്യ, എന്താ കാര്യം? പറയ്. അത് കിരണേട്ടാ, നിങ്ങൾ കരുതുന്നത് പോലെ നമ്മുടെ പേരൻസ് മരിച്ചത് വെറും ഒരു ഫയർ ആക്സിഡന്റ് അല്ല. എന്ത്? ഫയർ ആക്സിഡന്റ് അല്ലേ? പിന്നെ എന്താ? അത് കിരണേട്ടാ, ഇറ്റ് വാസ് എ മർഡർ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അതേ വരണേട്ടാ, ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച അവരെ അന്ന്. ലച്ചു, കുക്ക് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലേ? ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, നീ ഒന്ന് കൊടുക്കണേ മറക്കാതെ. ആ കാർത്തു, ഞാൻ കൊടുത്തോളാം. നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാൻ നോക്ക്. കാശിയേട്ടാ, മക്കൾ എവിടെയാണെന്ന് കണ്ടോ? ആ ലച്ചു, അവരപ്പുറത്ത് ആ ഗാരേജിന്റെ അവിടെ നിന്ന് കളിക്കുക. ആ ശരി ഏട്ടാ. കുക്കു, ഇങ്ങ് വാ. എന്താ ലച്ചോമ്മേ, എന്താ എന്നെ വിളിച്ചേ? നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലാന്ന് നിന്റെ അമ്മ പറഞ്ഞു. എന്താ, ഈ ഒരു ഗ്ലാസ് പാല് മര്യാദയ്ക്ക് കുടിക്ക്. ലച്ചമ്മ, എനിക്ക് വേണ്ടാത്തോണ്ടല്ലേ ഞാൻ കുടിക്കാത്തെ. എനിക്ക് വേണ്ട. മോളെ കുക്കു, മര്യാദയ്ക്ക് ഈ ഒരു ഗ്ലാസ് പാല് ഫുള്ള് നീ കുടിക്കുകയാണെങ്കിൽ ഈ ലച്ചമ്മ മോക്ക് വൈകുന്നേരം സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കി തരാം. ശരിക്കും? പ്രോമിസ്? പ്രോമിസ്. അപ്പൊ ശരി ലച്ചമ്മേ, അത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഞാൻ പോണേ. കളിക്കുന്നതൊക്കെ ശരി, ദൂരോട്ടൊന്നും പൊക്കളരുത് കേട്ടല്ലോ. ആ ഓക്കെ ഓക്കെ. അല്ല, ഇതാരാ ഈ സമയത്ത്? ഗംഗേ, നീ ഇതെന്താ ആലോചിച്ചോണ്ട് നിൽക്കുക? പോയി ഡോർ തുറന്നു കൊടുക്ക്. എന്താ അവിടെ ഒരു ശബ്ദം? ഗംഗേ, ഗംഗ!
വയസ്സെത്തും മുന്നേ മരിക്കാനാണല്ലോ നിന്റെയൊക്കെ വിധി. ഡാ നീ അടങ്ങി നിക്കടാ നീ. നിന്നെ മാത്രമല്ല എനിക്ക് വേണ്ടത്, നിന്റെ കൂടെയുള്ള ആ 3 എണ്ണത്തിനെ എനിക്ക് വേണം. പറയടാ, എവിടെയാ അവര്? ശിവേട്ടാ, ഗംഗ, അല്ല ഇതാരായി വന്നേക്കുന്നേ? അല്ല നിന്റെയൊക്കെ കെട്ടിയന്മാരെവിടെയടി? ശിവ, ഡാ നീയൊക്കെ എന്നെ എതിർക്കാൻ മാത്രം നീയൊക്കെ ഒന്നും വളർന്നിട്ടില്ല. ഡാ പിടിക്കടാ അവളുമാരെ. ഏട്ടാ, ഡാ അവരുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണ നീയൊക്കെ ഒന്നും ഇവിടുന്ന് ജീവനോടെ പോവില്ല. നിർത്തടാ, ആരൊക്കെയാ ജീവനോടെ പോകുന്നതെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? എന്തിനു വേണ്ടിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നേ? ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിനക്കൊക്കെ 3 എണ്ണത്തിനും അറിയാം. അല്ല, നിന്റെ കൂടെ ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ, അവന് നല്ല കൃത്യമായിട്ട് അറിയാം. ഇനി അറിയില്ല എങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ബാങ്ക്ടൺ എന്റർപ്രൈസിലെ പകുതി ഓണർഷിപ്പ്, അതാ ഞങ്ങൾക്ക് വേണ്ടത്. നിനക്കൊക്കെ എന്താടാ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞങ്ങളുടെ ഓണർഷിപ്പ് അത് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ല ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഞങ്ങൾ അതിനെ വളർത്തിയെടുത്തത്. ഡാ നീ എന്താടാ പറഞ്ഞേ? പ്ലീസ് ഒന്നും ചെയ്യല്ലേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞങ്ങളെ വെറുതെ മാത്രം വിട്ടാ മതി. പ്ലീസ് ഒന്നും ചെയ്യല്ലേ. കാല് പിടിക്കാം ഞങ്ങൾ. ചേടാ നീ ഒരു ശല്യാണല്ലോടി ഓളെ. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു അടാറായിത്തം തന്നെയാ. ഡാ നീ എന്റെ ഭാര്യയെ ആഹാ പെണ്ണിന് പറഞ്ഞപ്പോ അനിയന് പിടിച്ചില്ല. കൊള്ളാലോ. മര്യാദക്ക് നീയൊക്കെ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഞങ്ങള് പോയേക്കാം, പക്ഷേ ദേ നിങ്ങളുടെ 3 പേരുടെയും ഒരു ചെറിയ ഒപ്പ് ഈ ഡോക്യുമെന്റിലൊന്ന് ഇട്ട് തരണം. അത് കഴിഞ്ഞ് നിങ്ങൾ ആരെയും ശല്യപ്പെടുത്താതെ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. ഇതാ ഡോക്യുമെന്റ്. നീയൊക്കെ ഇനി കൊന്നാലും വേണ്ടില്ല എന്നെ. നിന്റെയൊക്കെ ആഗ്രഹം അത് ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഡാ നിന്നെ ഞാൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും തീർക്കില്ല. കാരണം നിന്റെ സൈ അതെനിക്ക് വേണം. ഇനി അത് നിനക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ യമുന ഡാ നീ എന്റെ പെങ്ങളെ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സൈൻ ചെയ്യാൻ. ഇനിയും ചെയ്തില്ലെങ്കിൽ ദാ ഈ ബാക്കി നിൽക്കുന്ന 1 എണ്ണത്തിനെ ഞാൻ അങ്ങ് എടുക്കും. വേണ്ട പ്ലീസ്, അവളെ ഒന്നും ചെയ്യല്ലേ. ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ എന്റെ കത്തി അവളെ വല്ലതും ചെയ്യുന്നേ. നോ ഡാ നിന്നെ ഞാൻ എല്ലാത്തിനെയും തീർത്തേക്ക്. ഒരു പൊടി പോലും ബാക്കി വെച്ചേക്കല്ല്. എല്ലാം നശിപ്പിച്ച് കളഞ്ഞേക്കണം. ഓക്കെ ബോസ്.
അവര് നമ്മളെയും കൊല്ലും. കുക്കു, എന്റെ എന്റെ അമ്മ. വേണ്ട വേദ, കരയില്ലേ പ്ലീസ്. നേഹ, നേഹ. കുക്കു, അമ്മ, അമ്മേ അവര്. ദേ, എന്നെ ഇങ്ങനെ നോക്കിക്കേ. നിങ്ങൾ ഇങ്ങനെ തളരരുത്. ഇങ്ങോട്ട് നോക്കിക്കേ. കാർത്തോമ്മയും അച്ഛനും വരുന്നത് വരെ നമുക്ക് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും. ഡാഡി, എന്നാലും ആ ആന്റിമാര് കൊള്ളായിരുന്നു. അവരെ അങ്ങ് വെറുതെ വിടേണ്ടതായിരുന്നു. ഡാ, മര്യാദയ്ക്ക് വണ്ടിയിലോട്ട് കയറാൻ നോക്ക്. ദേ, എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. തന്തയാണെന്നൊന്നും ഞാൻ നോക്കില്ല, തോർത്ത് കളയും ഞാൻ. നിങ്ങളത് എന്താ ഈ പറയുന്നേ? കാർത്തു, നീ ഒന്നിനെ കുറിച്ചും ടെൻഷൻ ആകണ്ട. നമുക്ക് ഇവിടെ നിന്ന് പോവാടി. നമുക്ക് ഇനി ഇവിടെ വേണ്ട. നമുക്കും നമ്മുടെ പിള്ളേർക്കും ഇവിടെ വിട്ടു പോവാം. പിന്നെ എൻ്റെ മക്കളുടെ അടുത്ത് എന്ത് പറയണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട.
നീ പറയുന്നത് നമ്മുടെ അമ്മയും അച്ഛനെയും? അതെ ഏട്ടാ, നമ്മുടെ കണ്ണു വരണേട്ടാ, പ്ലീസ് വരണേട്ടാ, ഇങ്ങനെ കരയല്ലേ. ദേ എന്നൊന്ന് നോക്കിക്കേ. ഇപ്പൊ ഇങ്ങനെ കരയേണ്ട സമയല്ല. ഇങ്ങനെ തളർന്നു പോവല്ലേ ഏട്ടാ. കിരണേട്ടാ, ഇങ്ങനെ കരയല്ലേ. ദേ എന്നെ ഇങ്ങ് നോക്കിക്കേ. അവരുടെ നേർക്ക് നിങ്ങളാ ചെല്ലേണ്ടത്. നിങ്ങൾ തന്നെ ഇങ്ങനെ തളർന്ന എങ്ങനെയേട്ടാ? പ്ലീസ് ഏട്ടാ, ഈ കരച്ചിലൊന്നും നിർത്ത്. കുക്കു, ഞാൻ എൻ്റെ അമ്മ. വേണ്ടേട്ടാ, പ്ലീസ് കരയല്ലേ. നേഹ, അപ്പോ നീ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരുന്നോ ഞങ്ങളുടെ മുന്നില്? ഏട്ടാ വേണ്ട ഏട്ടാ, കരയല്ലേ. നമ്മളെ തളരാൻ പാടില്ല. അർജുനേട്ടാ, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കരയല്ലേ. പ്ലീസ് ഒന്ന് നിർത്ത്. കാവ്യ, എന്ത് തെറ്റാടി എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് ചെയ്തത്? അവസാനമായിട്ട് ഒരു അവർക്കെതിരെ ചെയ്യാൻ പറ്റിയില്ല. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുമ്പോൾ അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും അവരെ തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ നിരത്തി വെച്ചിട്ട് മാത്രമേ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറയൂന്ന് ഞങ്ങൾക്ക് വാശിയായിരുന്നു. ഇനി പറയ്, ഏത് ചെറ്റകളാ എൻ്റെ അച്ഛനെയും അമ്മയും? DK ഗ്രൂപ്പ്. അതെ ഏട്ടാ, M4 തന്ന പ്രോപ്പർട്ടി വഴി അവന്മാര് വീണ്ടും നമ്മളെ നേർക്ക് തിരിഞ്ഞേക്കോ. അതെ ഏട്ടന്മാരെ, ഒരു കാരണവശാലും അവന്മാരെ നമ്മുടെ കുടുംബത്തിന്റെ നേർക്ക് ഒരു നോട്ടം പോലും നോക്കാൻ അനുവദിച്ചുകൂടാ. പിന്നെ അന്ന് ഈ DK ഗ്രൂപ്പിലുള്ള തന്തമാരാ നമ്മുടെ അമ്മയും അച്ഛനെ. പക്ഷേ ഇപ്പോ ആ തന്തമാരുടെ മക്കളാ ഈ DK ഗ്രൂപ്പ് വാഴുന്നത്. അപ്പോ അവന്മാരെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചായിരുന്നോ? ഇല്ല ഏട്ടാ, ഞങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ ഞങ്ങൾ ഉടനെ തന്നെ അവന്മാരെ കണ്ടുപിടിക്കും. അല്ല, നിങ്ങളെ കൂടാതെ ഈ കാര്യം വേറെ ആർക്കെങ്കിലും അറിയോ ഈ വീട്ടില്? അത് ഋത്തിക്കേട്ടന് എല്ലാ കാര്യം അറിയാട്ടാ. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഏട്ടനാ. അപ്പോ ഋത്തിക്കേട്ടന് നേരത്തെ എല്ലാ കാര്യം അറിയായിരുന്നു അല്ലേ? അങ്ങനെയല്ല വരണേട്ടാ, ഋത്തിക്കേട്ടൻ ഒരു DGP യാ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ഹയർ ഒഫീഷ്യൽസിന്റെ സമ്മതം വേണം. അതുകൊണ്ടാ ഞങ്ങളെല്ലാം ഋത്തിക്കേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ ജോലി തുടർന്നത്. അല്ല, എന്നിട്ടെന്താ അത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? ഏട്ടാ, അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ ഈ കേസിന്റെ പുറകെ പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ ഓസ്ട്രേലിയയിലായിരുന്ന സമയത്ത് ഈ കേസിന്റെ പുറകെ പോകുന്നത് അവരെങ്ങനെയോ അറിഞ്ഞു.
പിന്നെ അറിയാലോ, ഞങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാവണം നമ്മളെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഈ കമ്പനിയിലെ ജോലി ഏറ്റെടുക്കാൻ പറഞ്ഞു. ആ ജോലിനെ ഉപേക്ഷിക്കാനും പറഞ്ഞു. അങ്ങനെയാ നിങ്ങൾക്ക് മുന്നേ ഞങ്ങൾ കമ്പനിയിൽ ജോലിയായത്. പക്ഷേ കമ്പനിയിൽ കയറിയെങ്കിലും ഞങ്ങൾക്ക് ആ കേസ് വിടാൻ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ അതിൻ്റെ പുറകെ വീണ്ടും പോയി. അങ്ങനെയാ ഇപ്പോൾ ഇതൊക്കെ. വൈകിയാണെങ്കിലും അവരുടെ മരണം കണ്ണുകൊണ്ട് കണ്ടവരാ ഈ അച്ഛനും അമ്മയും. നിങ്ങളെപ്പോലെ എന്തെങ്കിലും ഒരു നാള് അവരും ഞങ്ങളെ മനസ്സിലാക്കും. നിങ്ങളിങ്ങനെ വിഷമിക്കാതെ. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ കൂടെ ഞങ്ങളും കാണും അവന്മാരെ തീർക്കാൻ. നിങ്ങൾക്കറിയാവുന്ന അവന്മാരെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും അത് ഞങ്ങൾക്കും അറിയണം. അർജുനേട്ടാ, അത് ഞാൻ പറഞ്ഞുതരാം. അവന്മാരെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും അവന്മാരുടെ കേസും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഏട്ടാ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഋത്തിക്കേണ്ട അടുത്ത് പോകണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഋത്തിക്കേട്ട നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങൾ അവനെ പോയി കണ്ടോളാം. പിന്നെ അർജുനേട്ടാ, എന്താടി? അല്ല, ഇത്രയും കാലം ഇത് മറച്ചു വെച്ചതിന് നിങ്ങൾക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? കാവ്യ, ഇത്രയും കാലം നിങ്ങളിത് മറച്ചു വെച്ചതിന് അതിൻ്റെതായ റീസൺ നിങ്ങൾക്കുണ്ട്. സോ ഡോണ്ട് വറി. അതല്ല ഏട്ടാ, നിങ്ങൾ പറഞ്ഞ ഈ ജോലി ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാ. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല ഏട്ടാ. നിങ്ങളാ ഞങ്ങൾക്കെല്ലാം. എന്താടി നീ പറയുന്നേ? ഞങ്ങളുടെ ഭാര്യമാര് അവർക്ക് ഇഷ്ടമുള്ള ജോലിയിൽ തന്നെ ഇരിക്കണം. അതാ ഞങ്ങൾക്കും ഇഷ്ടം. ശരിയാ, ഈ ജോലിയാ നിങ്ങൾ സ്ട്രോങ് ആക്കിയത്. അതുകൊണ്ട് ഈ ജോലി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഒന്നിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. എപ്പോഴും ഏത് സമയത്തും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. പിന്നെ അച്ഛനും അമ്മയും അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്നുമില്ലേലും അവര് നമ്മുടെ അച്ഛനും അമ്മയല്ലേ. ശരിയാ, എല്ലാത്തിൻ്റെ ഒടുക്കം കാണാൻ ഇനി അധിക സമയമൊന്നുമില്ല. ഇനി നിങ്ങൾ 4 പേരും ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ. This beat is produced by Zara Beats. നിങ്ങൾ ഈ അമ്മയോട് ക്ഷമിക്കണം. ഞാൻ കാരണമാ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെച്ചത്. വേറൊന്നും കൊണ്ടല്ല. നിങ്ങളും ഇനി ഈ കേസിൻ്റെ പുറകെ പോയി ഞങ്ങൾക്ക് നഷ്ടമാവുമെന്ന് പേടിച്ച, അല്ലാണ്ട് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവുണ്ടോന്നും അല്ല. ഈ കാര്യങ്ങൾ അവര് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിന് അവര് ദേഷ്യപ്പെടുകയോ വെറുക്കുകയോ ചെയ്യരുത്. ഞങ്ങള് കാരണമാ അവരിതൊന്നും നിങ്ങളുടെ അടുത്ത് പറയാത്തത്. എന്താ അച്ഛാ ഈ പറയുന്നേ? ഞങ്ങൾ അങ്ങനെ അവരെ വെറുക്കോ? ഞങ്ങൾ ഒരിക്കലും അവരെ കൈവിടില്ല. പിന്നെ ഈ കാര്യം അവര് മറച്ചു വെച്ചതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. അച്ഛനും അമ്മയും വിചാരിക്കും പോലെ ഞങ്ങൾക്ക് ഒരു ദേഷ്യ വിഷമം ഇവരുടെ അടുത്തില്ല. കാരണം ആ സത്യം പറയുമ്പോൾ ഇവന്മാർ അവർക്കെതിരെയുള്ള എല്ലാ കുടുക്കും കുടുക്കി വെച്ചിട്ടാ ഞങ്ങളുടെ അടുത്ത് എല്ലാ സത്യവും പറഞ്ഞത്. ഞങ്ങൾക്ക് ദേഷ്യം വരണമെങ്കിൽ അവന്മാരുടെ അടുത്താ ദേഷ്യം വരേണ്ടത്, അല്ലാതെ ഞങ്ങളുടെ സ്വന്തം ഭാര്യമാരുടെ അടുത്തല്ല. ഈ അമ്മയോട് ക്ഷമിക്കണം മക്കളെ, ഇത്രയും കാലം ഈ കാര്യങ്ങൾ മറച്ചു വെച്ചതിന്. അല്ല, ഋത്തിക്ക് എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? അമ്മ, DK ഗ്രൂപ്പ്സിലെ ക്രൈംസ് ഒക്കെ കൂടി വന്നപ്പോൾ അവന്മാരുടെ തലയ്ക്കൊരു വലിയ എമൗണ്ട് തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചു. ആ ടൈമിൽ ഞാൻ US-ലായിരുന്നു. ഓർഗൻ ട്രാൻസ്പോർട്ടിൽ നമ്പർ 1 ഗ്രൂപ്പായ DK ഗ്രൂപ്പിന്റെ മെയിൻ പാർട്ട്നേഴ്സ് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. അതിന്റെ പേരിൽ അവിടെ അവന്മാർക്ക് ഒരുപാട് കേസുണ്ട്. അതെല്ലാം ഡീല് ചെയ്തത് ഞാനാ. അപ്പോഴാ ശരിക്കുള്ള DK ഗ്രൂപ്പ് ആരാണെന്ന് ഞാൻ അറിയുന്നത്. അവരെ അന്വേഷിച്ച് അവസാനം ഞാൻ ഓസ്ട്രേലിയയിൽ വരെ എത്തി. അപ്പോഴാ അവിടെ ഇവന്മാരുടെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഹിയറിംഗ് നടക്കുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ അത് കോർട്ടിൽ പോയി അന്വേഷിച്ചു. അപ്പോഴാ ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ വേദയാണെന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ കാര്യങ്ങളൊക്കെ ഇവളുടെ അടുത്ത് നിന്ന് ഞാൻ അറിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. അന്ന് നിങ്ങളുടെ അടുത്ത് ഈ കാര്യമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ നിൽക്കാനാണ് തോന്നിയത്. പിന്നെ അമ്മ, നവി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാൻ പറഞ്ഞിട്ടാ.
എന്തായാലും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി അതോർത്ത് എൻ്റെ മക്കൾ വിഷമിക്കേണ്ട. ഇനി എന്ത് വന്നാലും മുന്നോട്ട് എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം. അതോർത്തച്ഛൻ പേടിക്കണ്ട. എന്തൊക്കെ വന്നാലും എന്ത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും. അതേ മക്കളെ, എല്ലാ കാലവും നിങ്ങളിങ്ങനെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നാ ഞാനും ഈ അച്ഛനും ആഗ്രഹിക്കുന്നേ. അല്ല കാർത്തി, നിങ്ങളിത് എങ്ങനെ അറിഞ്ഞേ? അച്ഛാ, ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഇവന്മാർ ചെയ്ത കേസ് ഫയൽസ് കൂടുതലും ഞങ്ങളുടെ കയ്യിൽ കിട്ടാറ്. അങ്ങനെയാ ഞങ്ങൾ ഇവന്മാരെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുക മായ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ബോർഡ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് നമ്മുടെ നവിയുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കിട്ടിയ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് വാങ്ങാൻ നവിയോട് ഞങ്ങൾ വരാൻ പറഞ്ഞായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് നവി ആയിരുന്നില്ല റിപ്പോർട്ട് വാങ്ങാൻ വന്നത്. ഈ നിൽക്കുന്ന എന്റെ 4 പെങ്ങന്മാരായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചപ്പോഴാ DK ഗ്രൂപ്പിന് കൊടുക്കാൻ ഏക വഴി ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടാണെന്ന് മനസ്സിലായത്. പിന്നെ അന്ന് തന്നെ അവർ ഞങ്ങളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞായിരുന്നു. എന്റെ മക്കൾ ഇനി വിഷമിക്കരുത്. എന്തായാലും ഇത്രയും കാലം മറച്ചു വെച്ച സത്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് തെറ്റ് ചെയ്തവർക്ക് അതിന്റെ ശിക്ഷ നിങ്ങൾ കൊടുത്തേ തീരൂ. കൊടുത്തിരിക്കും അമ്മ. ഒരുത്തനെയും വെറുതെ വിടാൻ പോകുന്നില്ല. അവര് ചെയ്തതിന് അവരിഞ്ചിഞ്ചായിട്ട് അനുഭവിക്കും. മരണവേദന എന്താന്ന് അവരറിഞ്ഞ് തന്നെ മരിക്കും. ഭൂമിക്ക് ഭാരമായിട്ടുള്ളവര് ഒരു കാരണവശാലും ഭൂമിയിൽ വാഴിക്കാൻ പാടില്ല. പിന്നെ ഞങ്ങളുടെ മുറിവുണങ്ങണമെങ്കിൽ അതുണക്കാൻ അവന്മാരുടെ അന്ത്യത്തിന് മാത്രമേ കഴിയൂ. 4 എണ്ണത്തിനെയും എത്തിക്കേണ്ടിടത്ത് കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോ ഇനി മുതൽ DK അവന്മാരുടെ പിറകെ അങ്ങ് ഓടട്ടെ. നവിയേട്ടാ, ആ ഓട്ടം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിക്കണമല്ലോ. അവന്മാര് വിതച്ചത് അപ്പന്മാർക്ക് തന്നെ വിനയായിട്ട് വരണം. ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. എന്റെ മക്കൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. അവന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവന്മാർക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സമയം കളയണ്ട. നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം. അത് ശരിയാ അമ്മ. അമ്മ പെട്ടെന്നല്ല എടുത്തു വെക്ക്. നല്ല വിശപ്പ്. ഇത് വിശപ്പല്ല, ആക്രാന്തം. അതെ, എന്തേലും പറഞ്ഞായിരുന്നോ DGP സാർ? ഞാനെന്ത് പറയാൻ? അമ്മ, ഞങ്ങളെന്നാ ഇറങ്ങുവാണേ. ആ മക്കളെ, പോയിട്ട് വാ. ഹിരണേട്ടാ, നിങ്ങൾ ഇത് എവിടെ ചെന്ന് കിടക്കുക മനുഷ്യ? പെട്ടെന്ന് വന്ന് നമുക്ക് പോവാം. എവിടേക്കാ പോകുന്നേ? എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഉള്ള ബോധവും കൂടെ പോയോ? ടൈമായി, ഓഫീസിലേക്ക് പോണ്ടേ? എന്നാലേ ഇനി മുതൽ നിങ്ങൾ ആരും ഓഫീസിലോട്ട് വരണ്ട. വരണ്ടെന്നോ? അല്ല, അതെന്താ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയൊന്നും ഇനി ആ കമ്പനിയിൽ ഉണ്ടാവില്ല. സോ യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ പ്രൊഫഷണൽ ജോബ്. ഏട്ടനത് എന്താ പറയുന്നേ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് മിസ്സിസ് വേദ വരുൺ ഇനി മുതൽ ബാങ്ക്ടൺ എന്റർപ്രൈസിൽ ജോലിക്ക് വരേണ്ടതില്ല. നിങ്ങൾക്ക് 4 പേർക്കും ഞങ്ങൾ അവിടുന്ന് ഒഫീഷ്യലായിട്ട് ഒരു പ്രൊമോഷൻ തന്നേക്കുവാണ്. പ്രൊമോഷനോ? എന്താ പറഞ്ഞേട്ടാ ഈ പറയുന്നേ? അതായത് വേദ, നീ ശ്രദ്ധിച്ച് കേട്ടോണം. ഫോർ എക്സാമ്പിൾ, ബാങ്ക്ടൺ എന്റർപ്രൈസിലെ ഒരു സാധാരണ എംപ്ലോയി ആയ മിസ്സിസ് വേദ വരുൺ ഇന്നു മുതൽ ഇവിടുത്തെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് വേദ വരുണായി പ്രൊമോട്ട് ആവുകയാണ്. എന്താ വരണേട്ടാ ഇപ്പൊ പറഞ്ഞേ? അഡ്വക്കേറ്റോ? ശരിക്കും? അതേടി, നീ ഇനി മുതൽ വെറും വേദ വരുണല്ല, അഡ്വക്കേറ്റ് വേദ വരുണ. പിന്നെ കാവ്യ, നമ്മുടെ ബെഡ്റൂമിൽ നിന്റെ യൂണിഫോം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ പെട്ടെന്ന് ചെന്ന് അത് വിട്ടുകൊണ്ട് ഇങ്ങ് വന്നേ. ഇനി മുതൽ അതാണ് നിന്റെ ജോബ്. മിസ് CBCID കാവ്യ അർജുൻ. പിന്നെ ഡോക്ടർ കൃതിക കിരൺ, ഇന്നു മുതൽ ദേവ് ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ നീ ഡോക്ടറായിട്ട് അപ്പോയിന്റ് ആവുകയാണ്. സോ ബെഡ്റൂമിൽ ഞാൻ നിന്റെ സ്റ്റെതസ്കോപ്പും കോട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അതൊക്കെ ഇട്ടുകൊണ്ട് വന്നേ. എന്താണ് വേൾഡ് വൈഡ് ബ്യൂട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? എന്റെ ഈ റിപ്പോർട്ടറിന് വേണ്ടി ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി എന്റെ ബ്രില്യന്റ് മക്ഷോട്ടർ നേഹ റെഡിയായി മാത്രം വന്നാ മതി. എന്നാ പിന്നെ വിത്തിൻ 10 minutes എല്ലാരും റെഡിയായി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. അത് ശരിയാ, നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നേ. നിങ്ങളെ നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പടിയിറങ്ങാൻ.
ഓ, ഇങ്ങനെ എന്ത് തന്നെയായി പറയുന്നേ? അതെ പെങ്ങന്മാരെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പെട്ടെന്ന് ഒന്ന് റെഡിയായിട്ട് വരാൻ നോക്ക്. അതെ അതെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അതെ മക്കളെ, എന്റെ മക്കള് പെട്ടെന്ന് റെഡി ആയിട്ട് വാ. എന്നിട്ട് വേണം ഈ അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ ഒന്ന് കാണാൻ. അതെ, നിങ്ങൾ പെട്ടെന്ന് റെഡിയായിട്ട് വാ. എന്നിട്ട് വേണം സെൽഫി എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാൻ. 10 പേര് കാണട്ടെ എന്റെ മക്കളെ. കാവ്യ, ഇപ്പോഴാണ് നീ എന്റെ CBCID കാവ്യ അർജുനായത്. നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്കെന്തോ നിന്റെ അടുത്ത് കള്ളത്തരം ചെയ്യാൻ തോന്നുന്നില്ല. ആ, എന്നാ പിന്നെ അത് നല്ലതാ അർജുനേട്ടാ. പിന്നെ വേദ, കേസിന്റെ എഫക്റ്റ് ഒക്കെ ഈ ഭർത്താവിന്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്നും പറയാൻ പറ്റില്ല ഏട്ടാ. ചിലപ്പോ ഞാൻ എന്റെ ഫ്രസ്ട്രേഷനിൽ എന്തെങ്കിലും. ഓക്കെ, അപ്പോ എന്റെ കാര്യത്തിൽ ഏതാണ്ട് IPC സെക്ഷൻ ഓർഡർ ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്റെ കാര്യോ? വല്ല കത്തിയോ പിച്ചാത്തിയോ എടുത്ത് എന്റെ നേർക്ക് നീട്ടിയാ മതി. പിന്നെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. യു ആർ വെരി ബ്രില്യന്റ് മൈ ഹബി. ആ, എനിക്ക് പിന്നെ കുഴപ്പമില്ല അല്ലേ നേഹമോളെ? നീ എനിക്കെതിരെ അങ്ങനെ തെളിവൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? അത് പിന്നെ ഏട്ടാ, എന്റെ മുന്നിൽ എന്തെങ്കിലും കള്ളത്തരം ഒളിപ്പിക്കാൻ ശ്രമിച്ചാ ഞാൻ ബാത്റൂമിൽ വരെ ക്യാമറ വെക്കും. ആഹാ, ഇപ്പോഴാ നോമിനൊരു സമാധാനായി. ഇനി നോമിന്റെ ജീവൻ എപ്പോഴാ എങ്ങോട്ടാന്ന് പോവാൻ പറ്റുകയെന്ന് പറയാൻ പറ്റില്ല. മക്കളെ, നിങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് വാ. ഇതാരാ ഈ സമയത്ത്? കാർത്തു, ആരാന്നൊന്ന് പോയി നോക്കിയേ. ആ കൃഷ്ണേട്ടാ, ഞാൻ ദാ പോവാ. ഗുഡ് മോർണിംഗ് അവർ ഡിയറസ്റ്റ് മോം.